ഉണ്ടാകും. 23.5 മണിക്കൂറും അനാവശ്യമായ ഹറാമായ തെറ്റായ അല്ലെങ്കിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ സുന്നത്തിന് വിരീതമായ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ അട്ടഹസിക്കുകയാണ്, ഉല്ലസിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. അരമണിക്കൂർ സമയം പടച്ചവൻ വെറുക്കാതിരിക്കാൻ, പള്ളിയിലെ മുസ്ലിയാക്കന്മാർ വെറുക്കാതിരിക്കാൻ നമ്മൾ കാനത്ത് എന്ന പേരിൽ ഒരു കർമ്മം, അള്ളാഹ്ക്ക് വേണ്ടി ഒരു കർമ്മം, പടച്ചവന് വേണ്ടി ഒരു കർമ്മം, അല്ലെങ്കിൽ പള്ളിയിലെ മുസ്ലിയാക്കന്മാർക്ക് വേണ്ടി ഒരു കർമ്മം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വിവാഹത്തിൽ മാത്രമല്ല. 23.5 മണിക്കൂർ സമയം നമ്മുടെ ജീവിതം ആരാനെ പോലെയാണ്. അരമണിക്കൂർ സമയം വിവാഹത്തിൽ നമ്മൾ പടച്ചവനെ പോലെയാണ്, അല്ലെങ്കിൽ പടച്ചവന്റെ റസൂലിനെ പോലെയാണ്. ഇത് വിവാഹത്തിൽ മാത്രമല്ല, കച്ചവടത്തിലാകട്ടെ. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ താല്പര്യത്തെയാണ് മുന്നിൽ നിർത്തുക? ആരുടെ താല്പര്യത്തെയാണ് നമ്മൾ മുന്നിൽ നിർത്തുക? മക്കളെ പഠിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ മുസ്ലിയാക്കന്മാരായി പോയാൽ നാട്ടിൽ എടുക്കാത്ത പൈസകളായി മാറിപ്പോകും. എല്ലാരെയും പടച്ചല്ലാ സ്വീക്കാനാക്കി, എന്നെ പടച്ചല്ലാ ഓതാനാക്കി. അതുകൊണ്ട് എന്റെ മക്കളെ ഒരിക്കലും അങ്ങനെ ഓതുക എന്ന് പറയുന്ന ആ അവഹേളനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവിടാൻ നമുക്ക് പറ്റൂല. കാരണം അവർ റസൂലുള്ളാഹിനെ പോലെ ആയി പോകുമെന്ന് വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ നാവുകൊണ്ട് പറയാൻ മടിക്കുന്നുവെങ്കിലും നമ്മുടെ മക്കളിൽ, ഭാര്യമാരിൽ, നമ്മളിൽ സുന്നത്തായ വേഷവിധാനങ്ങളാകട്ടെ, ജീവിതചര്യകളാകട്ടെ, ഇതൊക്കെ വേണ്ട എന്ന് വെക്കുന്ന മനോവികാരം എന്താണ്? നമ്മൾ റസൂലുള്ളാഹിനെ പോലെ തലക്കെട്ട് കെട്ടിയാൽ നമ്മൾ മുസ്ലിമാണെന്ന് പറയും. നമ്മൾ റസൂലുള്ളാഹിനെ പോലെ വലിയ ഖമീസ് ഇട്ടാൽ നമ്മൾ മുസ്ലിമാണെന്ന് പറയും. നമ്മൾ റസൂലുള്ളാഹിനെ പോലെ വേഷമണിഞ്ഞാൽ, റസൂലുള്ളാഹിനെ പോലെ താടി നീട്ടിയാൽ എന്താ കുഴപ്പം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമുദായമേ, നമ്മുടെ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ റസൂലുള്ളാഹിനെ വിളിച്ചിരുന്നു. ഞാൻ സാധാരണ റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രസംഗങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ അബ്തഗി വൽ ഹബീബുൽ അറബി. റബീഉൽ അവ്വലിന്റെ ചന്ദ്രൻ ആകാശത്ത് തിളങ്ങുമ്പോൾ റബീഉൽ അവ്വലിന്റെ തുടക്കം ആയി എന്നറിയുമ്പോൾ മുസ്ലിം സമുദായം ഉണർന്നെഴുന്നേൽക്കും. മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ സുന്നത്തിനോടുള്ള വികാരം ആളിപ്പടരും. അവര് നാടൊട്ടാകെ പച്ച തോരണങ്ങൾ കെട്ടും, സദസ്സുകൾ കെട്ടിയുണ്ടാക്കും. അതിലേക്ക് പ്രഭാഷകന്മാരെ, പ്രബോധകന്മാരെ ഒക്കെ വിളിക്കും. നമ്മൾ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഒച്ചത്തിൽ വിളിച്ചു പറയും, നബിയേ സലാം അലൈക്കും, സലാം അലൈക്കും. ബാബാ ഇരി, ഞങ്ങളുടെ സദസ്സുകളിലേക്ക് പ്രവേശനം, ഞങ്ങളുടെ മൗലീദ് പാരായണത്തിന്റെ സ്റ്റേജുകളിലേക്ക് പ്രവേശനം, ഞങ്ങളുടെ പള്ളികളിലേക്കും മദ്രസകളിലേക്കും പ്രവേശനം. അസ്സലാത്തു അലൻ നബി അസ്സലാമു അലർ റസൂൽ. ബാ നബിയേ, ബാ നബിയേ, ഇരിക്ക് നബിയേ, ഇരിക്ക് നബിയേ. 12 ദിവസമായി 12ാമത്തെ ദിവസം സമാപന സമ്മേളനമാണ്. അല്ലെങ്കിൽ 13ാമത്തെയും 14ാമത്തെയും ഒക്കെ ദിവസം നമ്മളെ സൗകര്യം പോലെ ഒരു സമാപന സമ്മേളനം, ഒരു പ്രഭാഷണ പരമ്പര എന്ന് പറഞ്ഞാൽ സ്റ്റേജൊക്കെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ് റസൂലുള്ളാഹിനുള്ള മുഹബ്ബത്ത് കൊണ്ട്. 12ഓ 13ഓ ദിവസമാകുന്ന സമാപനത്തിന്റെ സദസ്സോടുകൂടി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ അബ്തഗി വൽ ഹബീബുൽ അറബി. നബി അങ്ങ് പോയിക്കോ നബി, അസ്സലാമു അലൈക്കും, പോയിക്കോ നബിയെ, പോയിക്കോ നബിയെ, അസ്സലാത്തു അലൻ നബി, അങ്ങ് പോയിക്കോ നബിയെ. ഇനി പറ്റിയെങ്കിൽ അടുത്ത റബീഉൽ അവ്വൽ മാസം ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചു വിളിക്കാം. അതല്ലെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ അഷ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഅഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി. ഒരു പക്ഷേ സാധിക്കുമെങ്കിൽ അടുത്ത റബീഉൽ അവ്വൽ 1-ാം തീയതി ഞങ്ങൾ മടക്കി വിളിക്കാം, അന്ന് വന്നാൽ മതി. അതല്ലെങ്കിൽ സാധിക്കുന്നില്ലെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ ഷഫാഅത്തും കൊണ്ടെങ്കിൽ വന്നാൽ മതി, ഞങ്ങൾ അവിടുന്ന് സ്വീകരിച്ചോളാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സലാം എന്ന് പറഞ്ഞാൽ 2 സമയത്താണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന്, കണ്ടുമുട്ടുമ്പോൾ മുലാഖാത്തിന്റെ സലാം എന്ന് പറയും. നമ്മളിപ്പോ ഞാൻ അങ്ങ് ദൂരെ നിന്ന് വന്നതാണ്, എടവണ്ണപ്പാറയിൽ പണ്ട് വന്ന പരിചയത്തിന്റെ പേരിൽ കണ്ട മുഖങ്ങളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, സുഖം തന്നെ അല്ലേ എന്ന് പറയാറുണ്ട്. കാരണം മുലാഖാത്തിന്റെ സലാം. ഇനി ഞാൻ പ്രസംഗം എല്ലാം കഴിഞ്ഞ് നിങ്ങൾ എന്നെ പോകാൻ അനുവദിച്ചാൽ അസ്സലാമു അലൈക്കും, ഞാൻ പോകട്ടെ, പോയി വരട്ടെ, മുഫാറഖത്തിന്റെ സലാം. വാസ്തവത്തിൽ റബീഉൽ അവ്വലിന്റെ 1-ാമത്തെ പകുതിയിൽ ആളുകൾ മുലാഖാത്ത് ചെയ്യുന്നു. ബാ നബിയെ, ബാ നബിയെ, ബാ ഇരിക്ക്, ബാ ഇരിക്ക്. 12 ആകുമ്പോൾ പോ നബിയെ, പോ നബിയെ, ഇനി നമുക്ക് അടുത്ത വർഷം കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സമുദായമേ, ഈ സമുദായം അധപ്പതിച്ചു പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. റബീഉൽ അവ്വൽ പോലെയുള്ള പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. ആ നിലയിൽ പല കാരണങ്ങളിലൂടെ അതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നബിയില്ല, റസൂലില്ല, ജീവിതവുമായി ഒരു ബന്ധവുമില്ല. പിന്നെ എന്റെ മോനെ പഠിപ്പിക്കേണ്ട കാര്യം ചിന്തിക്കുമ്പോൾ റസൂൽ ഇങ്ങോട്ട് വരണ്ട, റസൂൽ ദൂരെ നിൽക്കി, കുറച്ച് കഴിയട്ടെ. ഇപ്പൊ തൽക്കാലം എന്റെ മോന് നാട്ടിൽ നടക്കുന്ന ആ ഒരു അവസ്ഥക്കനുസരിച്ചിട്ട് വളരണമെങ്കിൽ അവൻ ഏതെങ്കിലും ഇംഗ്ലീഷുകാരന്റെ പാഠ്യപദ്ധതികൾക്കനുസരിച്ച് പഠിപ്പിക്കണം. അല്ലാണ്ട് നിവൃത്തിയില്ല. ജീവിക്കണ്ടേ? ഇവിടെയല്ലേ അവൻ വാഴേണ്ടത്, ജീവിക്കേണ്ടത്.
അവിടെ നമുക്ക് ദീൻ പ്രശ്നമല്ല, ദീൻ പ്രശ്നമേ അല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹം വന്നാൽ എന്റെ മോളെ കെട്ടിക്കുന്നത് എങ്ങനെയാ കെട്ടിക്കുന്നത്? അതിൽ ഞാൻ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്? അത് തൽക്കാലം ഇപ്പോൾ പടച്ചവനും റസൂലും ഒക്കെ പറഞ്ഞതുപോലെ ചിന്തിച്ചാൽ എന്റെ മോളെ വായിക്കാൻ കഴിയോ? ചോദ്യം ശരിയാണ്. കാരണം നമ്മുടെ സമുദായം ഏകദേശം ആ കോലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആലോചിക്കുമ്പോൾ ശരിയാണ്. നിങ്ങൾ പറയും പോലെയൊക്കെ നോക്കിയാൽ മക്കളെ വായിക്കാൻ കഴിയോ? എങ്ങനെ വായിക്കാൻ കഴിയില്ല. എന്താ കാരണം? നമ്മൾ എല്ലാവരും കൂടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാണ് എന്ന് മുദ്രാവാക്യം വിളിക്കുകയും മറുഭാഗത്ത് ആ തിരുസുന്നത്തുകളെ ചവറ്റുകൊട്ടയിൽ തള്ളിയിടുകയും നമുക്ക് തോന്നുന്ന പോലെ നമ്മളങ്ങ് ജീവിക്കുകയും ചെയ്യും. ഞാൻ പല ഉദാഹരണങ്ങളും സഹാബത്തിന്റെ സംഭവങ്ങൾ നിരത്തിക്കൊണ്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു. പലതും പറയാൻ കഴിഞ്ഞില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഒരു സഹാബി വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഖബീഹുൽ വജ്ഹി വലാ മാലി, ഞാനൊരു മുഖ സൗന്ദര്യമൊന്നുമില്ലാത്ത, കാണാൻ വലിയ സൗന്ദര്യമില്ലാത്ത ഒരു മനുഷ്യനാണ്, എനിക്ക് സമ്പത്തുമില്ല എന്ന് പറഞ്ഞാൽ എന്നെ പുതിയാപ്പിളെ ആക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല നബി. എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരും എന്നെ പുതിയാപ്പിളെ ആക്കി എടുക്കുന്നില്ല. കാരണം എനിക്ക് സൗന്ദര്യമില്ല, പൈസയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സഹാബി വന്ന് ദുഃഖം പറഞ്ഞപ്പോൾ അത്തരക്കാരായ ദുഃഖിക്കുന്നവരുടെ മനസ്സിന് താങ്ങും തണലുമായി വർത്തിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇദ്ഹബ് ഇലാ ഉമൈർ ഇബ്നു വഹബ് അസ്-സഖഫി റളിയല്ലാഹു അൻഹു. ഈ സഹാബി ഉമൈർ ഇബ്നു വഹബ് അസ്-സഖഫി എന്ന് പറയുന്ന സഹാബിയുടെ വീടുണ്ട് ഇന്ന സ്ഥലത്ത്, ഇന്ന തെരുവിൽ. അവിടെ പോയി അദ്ദേഹത്തോട് ഞാൻ അയച്ചതാണ്, അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം ഈ മനുഷ്യൻ അദ്ദേഹത്തിന് കൊടുത്ത വിലാസത്തിൽ ആ സഹാബിയെ കണ്ടെത്തി വാതിലിൽ മുട്ടി വിളിച്ചു. അദ്ദേഹം വന്നു, സലാം പറഞ്ഞു. എന്താണ് വരവിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചപ്പോൾ, എന്നെ നബി അയച്ചതാണ്, ഇന്ന ആവശ്യമാണ്, നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം വന്നതാണ്. ആ വീട്ടുകാരനായ മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ കാണാൻ കൊള്ളാത്ത, എനിക്ക് പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ലാത്ത, നമ്മുടെ കുടുംബത്തിനോട് കുഫു വെക്കാത്ത ഈ മനുഷ്യൻ എങ്ങനെയാണ് പെട്ടെന്ന് പുതിയാപ്പിളെ ആക്കുക? അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ താല്പര്യമില്ല, ഞാൻ ഏതായാലും വിവാഹം ചെയ്ത് തരൂല എന്ന് പറഞ്ഞു. മറുപടി കേട്ടപ്പോൾ നിരാശയോടുകൂടി, ന്യായമാണ് അദ്ദേഹം പറഞ്ഞത്, അയാളുടെ മോളെ ആർക്കാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത് അയാളാണ് തീരുമാനിക്കേണ്ടത്. നിരാശയോടുകൂടി ആ മനുഷ്യൻ, ആ സഹാബി പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ ഉള്ളിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം മുഴങ്ങുന്നു, യാ അബതാ അന്നജാ അന്നജാ, ഏ ബാപ്പാ സൂക്ഷിക്കണം, ആരെയാണ് നിങ്ങൾ മടക്കി അയക്കുന്നത് എന്ന് ഓർക്കണം ബാപ്പാ. എന്താ മോളെ നീ പറയുന്നത്? അല്ല, നിങ്ങൾ അറിയുവോ ഈ മനുഷ്യൻ എന്ത് കാര്യവുമായിട്ടാണ് വന്നത്? മോളെ, ഈ മനുഷ്യനെ നിനക്ക് പുതിയാപ്പിളയാക്കി എടുക്കണമെന്നാണ് അയാൾ പറയുന്നത്. അയാളുടെ കോലം കാണുന്നില്ലേ, സാമ്പത്തിക അവസ്ഥയും കാണുന്നില്ലേ, ഈ നല്ലവളായ സൗന്ദര്യവതിയായ നിനക്ക് അയാളെ പുതിയാപ്പിളയാക്കി എടുക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മോളെ നിന്റെ ഉപ്പ സമ്മതിക്കുക? ആ മകള് പറഞ്ഞു, ഉപ്പ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇത് ആരാണ് അയച്ചതെന്നറിയില്ലേ? അയാളുടെ സൗന്ദര്യമല്ല നമുക്കിവിടെ പ്രശ്നം, സാമ്പത്തികമല്ല ഇവിടെ പ്രശ്നം. നമ്മൾ ആലോചിക്കേണ്ടത് ആരയച്ച ആളാണെന്നറിയില്ലേ? എനിക്ക് വേണ്ടി എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ച ഈ പുതിയാപ്പിളയേക്കാൾ ഭൂമിയിൽ ശ്രേഷ്ഠനായ മറ്റൊരു പുതിയാപ്പിളയും എനിക്കുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, വാപ്പാ ഒന്ന് അറിഞ്ഞുകൊള്ളുക, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് വേണ്ടി നിശ്ചയിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്ത ഈ പുതിയാപ്പിളെ അല്ലാതെ മറ്റൊരു പുരുഷനെയും ഞാൻ വിവാഹം കഴിക്കുകയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വാസ്തവത്തിൽ ഹുസൈൻ സാഹിബ് പറഞ്ഞതുപോലെ 5 മണിക്കൂർ അനുവദിച്ചാൽ വിശദീകരിച്ച് പ്രസംഗിക്കാനുള്ള ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളോട് അവരുടെ ജീവിതത്തിന്റെ കുത്തഴിഞ്ഞ അവസ്ഥകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സഹാബിയത്തിന്റെ ജീവിതത്തെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ഈ സഹാബാക്കളുടെ ജീവിതത്തെ, ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താ നമ്മൾ ആലോചിച്ച് നോക്കുക. ഞങ്ങളുടെ കണ്ണൂരിലും മറ്റുമൊക്കെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികളെ ആ കോലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെടുന്നു. അവരെ പഠിപ്പിക്കാനും അവരെ വളർത്താനും അവരെ പോറ്റുവാനും എത്ര കഷ്ടപ്പെടും. അങ്ങനെ അവരെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങകലെ അറബിയുടെ വീട്ടിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട പണമൊക്കെ ഉണ്ടാക്കി നാട്ടിൽ വന്ന് പൊണ്ണും പണ്ടവും ഒക്കെ വാങ്ങി വിവാഹത്തിന്റെ ദിവസം നിശ്ചയിച്ചു. 20-ാം തീയതി വിവാഹമാണ്. കത്തടിച്ചു. ആ കത്തിൽ ആ പെൺകുട്ടിയെ കൊണ്ട് തന്നെ അയാൾ അഡ്രസ് എഴുതിപ്പിച്ചു. എനിക്കടക്കമുള്ള കത്തുകൾ ആ പെൺകുട്ടി അഡ്രസ് എഴുതി ഇങ്ങോട്ട് അയച്ചു തന്നു. 20-ാം തീയതി കല്യാണമാണ്. 14-ാം തീയതി രാത്രി ആയപ്പോൾ ഈ പെൺകുട്ടിയുടെ ബെഡ്റൂം കാലി, ഓളെ കാണുന്നില്ല. ആലോചിച്ച് നോക്കുക. ഞാൻ ധൈര്യത്തോടുകൂടി പറയുന്നത് അങ്ങ് അകലെ ഞങ്ങളുടെ നാട്ടിലുള്ള അനുഭവം ആയതുകൊണ്ടാണ്. നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല.
നമ്മൾ ആലോചിച്ച് നോക്കുക പ്രിയമുള്ള സഹോദരൻ, നമ്മുടെ പെൺകുട്ടികൾ അവരുടെ മനസ്സിന്റെ നിയന്ത്രണമില്ലായ്മ, അവരുടെ ജീവിതത്തിന്റെ കെട്ടുറപ്പില്ലായ്മ, അവരുടെ ജീവിതത്തിന്റെ കുത്തൊഴുക്ക് അല്ലെങ്കിൽ കുത്തഴിയൽ എത്രത്തോളം അധപ്പതിച്ചു പോയി. നമ്മൾ സാധാരണ പറയാറുണ്ട്, കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ പൊര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ ആ നിലയിലുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് ഒളിച്ചോടുന്നതെന്നാണ് നമ്മളിൽ പലരും പറയാറുള്ള ന്യായീകരണം. അങ്ങനെയല്ല. വൈകാരികതയുടെ സമ്മർദ്ദം, സാമ്പത്തികത്തിന്റെ അഭാവത്തിൽ മനുഷ്യനെ തെറ്റായ മാർഗങ്ങളിലേക്ക് നയിക്കുന്നു എന്നത് ശരിയായിരിക്കാം. പക്ഷേ നമ്മുടെ സമുദായത്തിന്റെ മൊത്തത്തിലുള്ള നിയന്ത്രണമില്ലായ്മയിൽ നമ്മുടെ പെൺകുട്ടികളോടൊപ്പം യുവാക്കളും അധപ്പതനത്തിന്റെ പടുകുഴി തോണ്ടുമ്പോൾ ഇങ്ങനത്തെ ദുരവസ്ഥകൾ ആവർത്തിച്ച് കേൾക്കാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. 10-20 വർഷക്കാലം അല്ലെങ്കിൽ 10-18 വർഷക്കാലം ആറ്റുനോറ്റ് പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് കാർക്കിച്ചു കുപ്പിയിട്ട് അന്യ വീട്ടിലെ ആരാധനിച്ചിട്ട് ഒളിച്ചോടാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? നമ്മുടെ മക്കളെ ആ കോലത്തിലേക്ക് നയിച്ചത് ഏത് വികാരമാണ്? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു പ്രത്യേകമായ വിഷയം എന്ന നിലയിൽ നമ്മുടെ സമുദായത്തിന്റെ യുവാക്കളെയും യുവതികളെയും പെണ്ണുങ്ങളെയും ആണുങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ട ഒട്ടനവധി പാഠങ്ങളാണ് ഈ സംഭവത്തിൽ നമുക്കുള്ളത്. ആ പെൺകുട്ടിയുടെ മനസ്സാലോചിച്ച് നോക്കുക. ആ പെൺകുട്ടി പറഞ്ഞു, ബാപ്പാ, എനിക്ക് അനുയോജ്യനായ ഒരു പുതിയാപ്പളയിൽ അങ്ങ് കാണുന്നത് സൗന്ദര്യമാണോ? അങ്ങ് അന്വേഷിക്കുന്നത് സാമ്പത്തികമാണോ? അങ്ങ് അന്വേഷിക്കുന്നത് ആരോഗ്യമാണോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആരാണ് അയച്ചതെന്ന് അന്വേഷിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പുതിയാപ്പിളയായി തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന ഈ പുരുഷനെ അല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല വാപ്പ. മോളെ, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയോട് വിമുഖത ഉണ്ടായത് കൊണ്ടല്ല, എന്റെ പ്രിയപ്പെട്ട പുത്രി എന്ന നിലയിൽ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ എന്റെ റസൂലിന്റെ കൽപ്പന അംഗീകരിക്കാൻ നിന്നെക്കാളേറെ എനിക്ക് സമ്മതമാണ്. നമുക്ക് ആ പുരുഷനെ മടക്കി വിളിക്കാം, അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഉപ്പയും മകളും സമ്മതിച്ചു. ആ പുരുഷനെ മടക്കി വിളിച്ചു, അയാളോട് മാപ്പ് ചോദിച്ചു. സഅദ് ബിൻ സുലമി റളിയല്ലാഹു അൻഹു അവരുടെ കൈ പിടിച്ചുകൊണ്ട് സവ്വജതുക വഅൻകഹതുക ബിന്തി എന്ന സഹാബി പറഞ്ഞു വിവാഹം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഈ സഹാബി മടങ്ങി വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തായി, പോയ ആലോചന നടന്നോ? ആ നടന്നു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നീ ആ പെണ്ണിന് മഹർ കൊടുക്കണം. ആ പെണ്ണിന് മഹർ കൊടുക്കണം. മഹർ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്റെ കയ്യിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി ജീവിച്ചവർ, ഈ ഉമ്മത്തിന് മാതാവും പിതാവുമായി വർത്തിച്ചവർ, ഈ ഉമ്മത്തിന്റെ ദുഃഖത്തിന് താങ്ങും തണലുമായിരുന്നവർ, ഇത്തരക്കാരായ സാധുക്കൾക്ക് എല്ലാ രംഗത്തും സഹായം സമർപ്പിച്ചിരുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ആളുകളോട് പറഞ്ഞു, ഈ സാധുവായ മനുഷ്യന് വിവാഹം കഴിക്കണം, അയാൾക്ക് മഹർ കൊടുക്കാൻ സാമ്പത്തിക ശേഷിയില്ല, നിങ്ങൾ എല്ലാവരും ഉദാരമായി എന്തെങ്കിലും സംഭാവന ചെയ്യുക. സഹാബാക്കൾ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവരുടെ കയ്യിലുള്ള സ്വത്തുക്കൾ കുറേശ്ശെ കൊടുത്തു. എണ്ണി നോക്കിയപ്പോൾ അവസാനം 600 ദിർഹം ഉണ്ടായിരുന്നു. 600 ദിർഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹോദരാ, ഇങ്ങ് വാ, ഇത് 600 ദിർഹമുണ്ട്. 400 ദിർഹം നിന്റെ പെണ്ണിന് നീ മഹറായി നിശ്ചയിക്കണം, അവൾക്ക് കൊടുക്കണം. ബാക്കി 200 ദിർഹവുമായി നീ കമ്പോളത്തിൽ പോവുക. നിനക്ക് ആവശ്യമായ പുതിയാപ്പിള ആകാനുള്ള വസ്ത്രം വാങ്ങുക, മണവസ്തുക്കൾ വാങ്ങുക, അത്യാവശ്യ സാധനങ്ങളൊക്കെ. അതുപോലെ നിന്റെ പുതിയ പെണ്ണായി കടന്നു വരുന്ന പെണ്ണിന് വേണ്ടി നീ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങുക. നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ, ഒരു മനുഷ്യ ജീവിതത്തിൽ വിവാഹം എന്ന വലിയ കർമ്മം വളരെ ലളിതമായി സുതാര്യമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. 400 ദിർഹം മഹർ കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചു. ബാക്കി 200 ദിർഹവും കീശയിൽ ഇട്ടുകൊണ്ട് അദ്ദേഹം പോയി അങ്ങോട്ട് കമ്പോളത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി, വിവാഹ പെണ്ണിന് ഒരുങ്ങാനുള്ള ചമയിക്കുവാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. അങ്ങനെ കമ്പോളത്തിൽ സാധനങ്ങൾ ഓരോന്നിങ്ങനെ പരതുന്നതിനിടയിൽ ഒരു വിളിയാളം കേട്ടു. എന്താണ് വിളിയാളം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ നിന്നും ഒരു വിളിയാളം മുഴങ്ങുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടുകൊണ്ട് ദീനിന്റെ വഴിയിലെ പരിശ്രമത്തിന്, ജിഹാദിന് വേണ്ടി പുറപ്പെടുവാൻ ആളുകൾ തയ്യാറാകാനുള്ള ആഹ്വാനമാണ്, വിളംബരമാണ്. തയ്യാറാവുക, തയ്യാറാവുക, തയ്യാറാവുക. ഇത് കേട്ടപ്പോൾ പ്രിയപ്പെട്ട ഭാര്യയോട് ഒത്തുചേർന്നുകൊണ്ട് ജീവിതത്തിന്റെ നല്ല നാളുകൾ പങ്കിടാൻ, പുതുപെണ്ണിന് അണിയുന്നതിനും ചമയുന്നതിനും വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങുവാൻ കമ്പോളത്തിൽ പരതി നടന്നിരുന്ന ഈ സഅദ് എന്ന സഹാബിയുടെ യുവാവിന്റെ കാതിൽ ആ ശബ്ദം കേട്ടു. ഇതെങ്ങോട്ടുള്ള വിളിയാണ്? ഇതെങ്ങോട്ടുള്ള വിളിയാണ്? മണിയറയിലേക്കുള്ള വിളി മനസ്സിൽ മുഴങ്ങുമ്പോൾ പുതുപെണ്ണ് കാത്തു നിൽക്കുന്ന ആ വേദിയിലേക്ക് പോകുന്നതിന് പകരം ഷഹാദത്തിന് ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ സുന്ദര ഭൂമിയിലേക്ക് വാളുകൾ പരസ്പരം കൂട്ടി ഉരുമ്മി മുഴങ്ങുന്ന ശബ്ദ തളത്തിലേക്ക്, അടർക്കളത്തിലേക്ക് പോകാൻ ആശയായി, ആഗ്രഹമായി, ആവേശമായി. മറ്റതൊക്കെ മറന്ന് എന്റെ റസൂലിനോടൊപ്പം എനിക്ക് ഷഹീദാകാം, എന്റെ റസൂലിനോടൊപ്പം എനിക്ക് ഷഹീദാകാം. മഹാനായ സഅദ് ബിൻ സുലമി റളിയല്ലാഹു അൻഹു അവர்கள் പുതുപെണ്ണിന് ഒരുങ്ങാൻ സാധനം വാങ്ങാൻ കൊടുത്ത 200 ദിർഹവുമായി പടച്ചട്ടയുടെ പീടികയിൽ പോയി.
ആയുധം വിൽക്കുന്ന പീടികയിൽ പോയി 200 ദിർഹമിന് ഒരു ആയുധവും പടച്ചട്ടയും വിലയ്ക്ക് വാങ്ങി. ഒപ്പം അദ്ദേഹം മുഖത്ത് മൂടുന്നതിന് വേണ്ടി മറ്റൊരു സാധനവും സ്വന്തമാക്കി. മുഖം മൂടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്നിരുന്നു. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടുന്നതിന് വേണ്ടി സംഘത്തെ തയ്യാറാക്കുകയാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സംഘത്തിന് ചില്ലറ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി ആരെങ്കിലും വേണം, ആരാണ് ഈ സദസ്സിൽ അതിന് തയ്യാറുള്ളത് എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു, ഞാൻ തയ്യാറാണ് നബിയെ. പക്ഷെ ആ മനുഷ്യന്റെ മുഖം കാണുന്നില്ല. ആ മനുഷ്യന്റെ മുഖം മൂടി വെച്ചിരിക്കും. നമ്മുടെ നാട്ടിൽ സാധാരണ പത്രങ്ങളിൽ മോഷണ കുറ്റത്തിലും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിലും ഒക്കെ പിടിക്കപ്പെട്ട് കോടതിയിലേക്ക് ഹാജരാക്കാൻ വേണ്ടി പോകുന്ന കുറ്റവാളികളുടെ മുഖം മൂടിയതായി കാണാൻ കഴിയും. അതിൽ അടിവര വായിക്കുമ്പോൾ അധികവും മുഹമ്മദും പോക്കറും ഒക്കെ ആയിരിക്കും. കാരണം കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടി അവൻ കോടതിയിലേക്ക് ഹാജരാക്കപ്പെടുമ്പോൾ അവന്റെ മുഖം ഫോട്ടോയിലൂടെ നമ്മൾ കാണരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി സഹാബി അതുപോലെ മുഖം മൂടിയിരിക്കുകയാണ്. പക്ഷെ കുറ്റവാളി ആയതുകൊണ്ടല്ല, മറ്റു ചില വികാരങ്ങളുടെ പേരിലാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ റെഡി എന്ന് പറഞ്ഞ് എഴുന്നേറ്റിരുന്ന ഈ മനുഷ്യനെ നോക്കിക്കൊണ്ട് മനിൽ മുതലസ്സിം, ആരാണ് ഈ മുഖം മൂടിയിട്ടിരിക്കുന്ന മനുഷ്യൻ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതെ അദ്ദേഹം ഇരുന്ന് കളഞ്ഞു. കാരണം ഞാനാണെന്ന് തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ നബി തങ്ങൾ എന്നെ മടക്കി അയച്ചു കളയും. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും നബി തങ്ങൾ ചോദിച്ചല്ല, ഞാൻ ഈ പറഞ്ഞ ആവശ്യം പൂർത്തിയാക്കാൻ സദസ്സിൽ ആരാണ് തയ്യാറുള്ളത്? വീണ്ടും ആ മുഖം മൂടിക്കാരൻ എഴുന്നേറ്റു. മനിൽ മുതലസ്സിം, ആരാണ് ഈ മുഖം മൂടിയിട്ടവൻ എന്ന് ചോദിച്ചു. അദ്ദേഹം വീണ്ടും ഇരുന്ന് കളഞ്ഞു. മൂന്നാമതും എഴുന്നേറ്റ് നിന്നപ്പോൾ പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനാണ്, മറ്റാരുമല്ല, സഅദാണ്. അങ്ങയുടെ സദസ്സിൽ വന്നിട്ട് വിവാഹം കഴിക്കാൻ ആശിച്ചുകൊണ്ട് അല്പം മുമ്പ് അപേക്ഷ സമർപ്പിക്കുകയും തങ്ങൾ എനിക്കൊരു നല്ല വിവാഹം തരപ്പെടുത്തി തരികയും നിക്കാഹ് നടക്കുകയും ചെയ്ത പുതുമാപ്പിളയാണ്. പുതുപെണ്ണിനെ അണിയിച്ചൊരുക്കുന്നതിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ അങ്ങയുടെ വിളംബരം കേട്ട് എനിക്ക് പുതുപെണ്ണ് വേണ്ട, എനിക്ക് സ്വർഗം മതി, എനിക്ക് മണിയറ വേണ്ട, എനിക്ക് രണാങ്കണം മതി. നബിയെ, എനിക്ക് ജീവിത സുഖത്തെക്കാൾ നല്ലത് ആയുധങ്ങളോട് അടരാട്ടം നടത്തി ഷഹാദത്ത് വരിച്ച് നാളെ പരലോകത്ത് സുഖിമാനായി ജീവിക്കാൻ ഞാൻ ആശിക്കുകയാണ്. എന്നെ അനുവദിച്ചാലും നബിയെ, എന്നെ അനുവദിച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അത്യാഗ്രഹിയുടെ മനസ്സിന്റെ മുമ്പിൽ തൽക്കാലം നിന്നുകൊടുത്തു. ശരി, നീ ദീനിന്റെ വഴിയിൽ പുറപ്പെടുക, ഷഹാദത്തിനെ ആശിച്ചുകൊണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹദീസിന്റെ ചരിത്രത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാം, ആ മനുഷ്യൻ പുതുപെണ്ണിനെ ആശിച്ചുകൊണ്ട് ആദ്യത്തെ രാവിൽ മണിയറയിലേക്ക് പോകുന്നതിന് പകരം ആ രാത്രിയിൽ അല്ലാഹുവിന്റെ വഴിയിൽ യാത്രയായി. ആ മാർഗത്തിൽ അദ്ദേഹം ഷഹീദായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ സഹാബാക്കളുടെ മയ്യത്തുകളൊക്കെ സംസ്കരിക്കുന്നതിനോടൊപ്പം സഅദിന്റെ മയ്യത്തിന്റെ അടുക്കൽ വന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദിന്റെ മേനിയെടുത്ത് തങ്ങളുടെ പരിശുദ്ധമായ മുബാറക്കായ മടിയിൽ വെച്ചു, തലയിൽ തലോടി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദിന്റെ തലയിൽ തലോടുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി തങ്ങൾ പൊട്ടിക്കരഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം തുളുമ്പുന്ന ആ പൊട്ടിക്കരച്ചിലിന്റെ പൊരുളെന്തെന്നറിയാതെ സഹാബാക്കൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പോൾ തങ്ങൾ പെട്ടെന്നതാ പുഞ്ചിരിക്കുന്നു. അതുവരെ പൊട്ടിക്കരഞ്ഞിരുന്ന നബി പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. സഹാബാക്കൾക്ക് കൂടുതൽ ആകാംക്ഷയായി. സഹാബാക്കൾ തങ്ങളടുക്കൽ പോയിട്ട് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിയുടെ ഷഹാദത്തിന് ശേഷം മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ മടിയിൽ വെച്ച് തലോടുമ്പോൾ പൊട്ടിക്കരഞ്ഞത് വിരഹദുഃഖത്തിന്റെ പേരിലാണെന്ന് ഞങ്ങൾക്കറിയാം, എന്തേ തങ്ങൾ പിന്നെ പുഞ്ചിരിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅമ്മാ ബുകാഇ ഫശൗഖൻ ഇലാ സഅദി, ഞാൻ ആരംഭത്തിൽ കരഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഅദിന്റെ വേർപാടിലാണ്, വിരഹത്തിലാണ്. അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത യുവാവിന്റെ ആ ധീരതയെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞുപോയത്. ഞാൻ ചിരിച്ചത് എന്താണെന്ന് അറിയണ്ടേ സഹാബാക്കളെ? ഞാൻ നോക്കുമ്പോൾ എന്റെ മനസ്സ് എപ്രകാരം സഅദിലേക്ക് ആകൃഷ്ടമായോ അതിലേറെ ആകാശ ലോകത്തിന്റെ നാഥന്റെ മനസ്സ് സഅദിനോട് ആകൃഷ്ടമായി. ആ ആകാശ ലോകത്തു നിന്നും മലക്കുകളുടെ വലിയ സംഘത്തെ സഅദിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പടച്ചവൻ നിയോഗിച്ചിരിക്കുന്നു. മലക്കുകളുടെ വലിയ സംഘം ഉഹദിന്റെ രണാങ്കണത്തിൽ പ്രത്യക്ഷപ്പെടുകയും സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ റൂഹിനെ കയ്യേൽക്കുന്നതിന് വേണ്ടി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിക്കുകയും ചെയ്തു. ഞാൻ ഏൽക്കാം. സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ ആത്മാവിനെ പട്ടിന്റെ തുണിയിൽ, സ്വർഗത്തിന്റെ സുന്ദരമായ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് അവർ കൊണ്ടു നടക്കുമ്പോൾ അവരുടെ തിക്കും തിരക്കും തമ്മിലുള്ള വടംവലിയും കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഅദ് എന്ന പുരുഷൻ, യുവാവ്, വിവാഹപ്രായം എത്തി നിൽക്കുന്ന, വിവാഹത്തിലേക്ക് അത്യാഗ്രഹം നടത്തുന്ന ആ മനസ്സിന്റെ ഉടമയായ സഅദ്, അദ്ദേഹത്തിന്റെ ഷഹാദത്തും സ്വർഗത്തിലേക്കുള്ള യാത്രയും നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ജീവിതത്തിന്റെ മാതൃക എന്താണ്?
ആ ജീവിതത്തോട് ഒത്തുപോകാൻ മറ്റൊരു ബാഹ്യമായ മാനദണ്ഡങ്ങളെയും പരിഗണിക്കാതെ പടച്ചവന്റെ പ്രവാചകര് പറഞ്ഞു എന്ന കാരണത്തിന്റെ പേരിൽ അതെനിക്ക് മതി എന്ന് തീരുമാനിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സ് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത് ഈ രണ്ട് വിഭാഗക്കാരാണ്. ഈ രണ്ട് വിഭാഗത്തിന്റെ ഈ മനസ്സിനെ കഴുകി ശുദ്ധിയാക്കി അതിൽ നിറഞ്ഞു നിൽക്കുന്ന ബിദ്അത്തിന്റെ, ദലാലത്തിന്റെ, ശിർക്കിന്റെ, കുഫ്റിന്റെ, നഫ്സാനിയത്തിന്റെ, യഹൂദിയത്തിന്റെ, നസ്രാനിയത്തിന്റെ അഴുക്കുകളെയും കറകളെയും കഴുകി ശുദ്ധിയാക്കി പകരം ഈമാനിന്റെ, ഹിദായത്തിന്റെ, തഖ്വയുടെ, ഖശിയത്തിന്റെ, ഹുബ്ബുർ റസൂലിന്റെ, ഇത്തിബാഇന്റെ നല്ല പരിമളത്തെ പൂശാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ സമുദായം നന്നാകും, നമ്മുടെ സമൂഹം നന്നാകും. അല്ലാഹു അതിന് എനിക്ക് നിങ്ങൾക്കും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പടച്ചവനെയും അവന്റെ റസൂലിനെയും പിന്തുടരുക, ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പടച്ചവനെയും അവന്റെ റസൂലിനെയും പുറന്തള്ളുക എന്ന ആ ഒരു ശൈലിയിൽ നിന്ന് മാറി നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി നമ്മുടെ ജീവിതം അല്ലാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ചാകണം. അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഫീ ഹാലിഹി വഫആലിഹി വമഖാലിഹി വതതബ്ബഅൻ വതാബിഅൻ ലാ തഅദിലാ. തങ്ങളുടെ എല്ലാ അവസ്ഥകളിലും തങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അഹ്വാലുകളും ഹറക്കാത്ത് സഖനാത്തുകളും നമ്മുടെ ജീവിത മാതൃകയായി മാറണം. പിറന്നു വീഴുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇരു കാതുകളിലും ബാങ്കിന്റെ ശബ്ദം നമ്മൾ മുഴക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇഖാമത്തിന്റെ ശബ്ദവും അതേ വാചകങ്ങളിലൂടെ നമ്മൾ മുഴക്കുന്നു. അവന്റെ കാതിൽ പതിക്കുന്ന ആദ്യത്തെ വചനങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചും ആ റസൂലിനെ സംബന്ധിച്ച ഷഹാദത്ത്, വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള വാക്ക് ധ്വനികളിലൂടെ നമ്മൾ ആ ജീവിതത്തിന് ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ്. അതുമുതൽക്ക് അങ്ങോട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പരിശുദ്ധ ശരീഅത്തിന്റെ, സുന്നത്തിന്റെ സുന്ദരമായ പാത പഠിപ്പിക്കാനുള്ള ബാധ്യത രക്ഷകർത്താക്കൾ ഏറ്റെടുക്കണം. പ്രാവർത്തികമാക്കാനുള്ള ബാധ്യത രക്ഷകർത്താക്കൾ ഏറ്റെടുക്കണം. അങ്ങനെ തുടക്കം മുതൽ കൊടുക്കം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുന്നത്തായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ. അത്യന്തികമായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ, സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നാണല്ലോ ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ സമ്മതിച്ചത്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള നടപടിക്രമങ്ങളെ പിൻപറ്റിയുള്ള ജീവിതം എന്റെ വിജയത്തിന്റെ മാർഗമാണ് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. വന്നജ്മി ഇദാ ഹവ മാ ضل صاحبكم وما غوى وما ينطق عن الهوى. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യില്ല. തങ്ങൾ പറയുന്നതൊക്കെ പടച്ചവന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. തങ്ങൾ ചെയ്യുന്നതൊക്കെ പടച്ചവന്റെ നിർദ്ദേശപ്രകാരം. അതുകൊണ്ട് തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണ്, തങ്ങൾ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതിൽ നന്മയാണ്, അതിൽ വിജയമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിലുള്ള വിശ്വാസത്തിലെ വൈകല്യതയാണ് പലപ്പോഴും നമുക്ക് ഇത്തിബായിൽ പോരായ്മ ഉണ്ടാക്കുന്നത്. നമ്മൾ ഏതെങ്കിലും സുന്നത്ത് അംഗീകരിക്കണമെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണം എന്നിടത്തേക്കാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ ചെയ്താൽ ശാസ്ത്രീയമായി ഇന്ന ഗുണമുണ്ട്, ആരോഗ്യപരമായി ഇന്ന ഗുണമുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഗുണമുണ്ട് എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാരെ തെളിയിച്ചാൽ നമ്മൾ പെട്ടെന്ന് സുന്നത്തെടുക്കും. പ്രിയമുള്ള സഹോദരങ്ങൾ, അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളിൽ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകുമ്പോഴാണ് ആത്മാർത്ഥമായി അനുകരിക്കാൻ സാധിക്കുന്നത്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവരോട് ഒരിക്കൽ ഒരാളിങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ സുഖമായി ഉറങ്ങിയ ഏത് ദിവസമാണെന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും സുഖമായി ഒരു രാത്രിയിൽ ഉറങ്ങിയത് ഏതാണെന്ന് നിങ്ങൾക്ക് അയവിറക്കാൻ കഴിയുമോ? അലി റളിയല്ലാഹു അൻഹു അവர்கள் അധികം ആലോചിക്കാതെ പറയുകയുണ്ടായി, ഞാൻ ഏറ്റവും സുഖമായി എന്റെ ജീവിതത്തിൽ ഉറങ്ങിയത് ഒരു രാത്രിയാണ്. അത് ഏത് രാത്രിയാണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റത്ത് പോകുന്ന രാത്രി, മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോവുക. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോടൊപ്പം ആരോരും അറിയാതെ അദ്ദേഹം വാങ്ങി നിർത്തിയിരുന്ന ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഒളിച്ചു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തങ്ങളുടെ വീട് വളഞ്ഞു മക്കയിലെ ഖുറൈശികൾ തങ്ങളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. തങ്ങൾ താമസിക്കുന്ന വീട്ടിന്റെ 4 വാർഡും ആളുകൾ ഒരുമിച്ച് കൂടി അവരുടെ കയ്യിൽ കുന്തവും വാളും ഒക്കെ ഉണ്ട്. നബി തങ്ങളുടെ വീട് ആക്രമിക്കുകയും തങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. കാരണം തങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ 4 ഭാഗത്തും ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ഒരു പിടി മണ്ണ് വാരി ഷാഹത്തുൽ വുജൂഹ് എന്ന് പറയുകയും അവരുടെ മുഖത്തേക്ക് എറിയുകയും തങ്ങൾ ഇറങ്ങി നടക്കുകയും ചെയ്തത്.
രാത്രിയിൽ അങ്ങനെയാണല്ലോ ഹിജ്റയുടെ തുടക്കമുണ്ടായിരുന്നു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നീ ഇവിടെ കടക്കുക, ഞാൻ കടക്കും പോലെ കടന്ന് ഞാൻ പുതച്ച പുതപ്പും പുതച്ചിട്ട് നീ ഇവിടെ കടന്നു. പെട്ടെന്ന് ശത്രുക്കൾ എത്തി നോക്കുമ്പോൾ ഞാൻ പോയിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കട്ടെ, ഇവിടെ ആളുണ്ട് എന്ന് അവർ മനസ്സിലാക്കിക്കോട്ടെ, അവരവിടെ നിൽക്കട്ടെ, ഞാൻ പോയേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ കടക്ക്, ഞാൻ പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ ഞാൻ ചില ആളുകൾക്കൊക്കെ കൊടുത്തു തീർക്കേണ്ട ചില്ലറ ബാധ്യതകളുണ്ട്, ആ ബാധ്യതകൾ ഇന്ന ബാധ്യതകളൊക്കെ കൊടുത്തു തീർത്തിട്ട് നീയും നാളെ മദീനയിലേക്ക് വരിക എന്ന് കൽപ്പിച്ചു. അന്നത്തെ രാത്രിയിൽ ഞാൻ സുഖമായി ഉറങ്ങി. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്നത്തെ രാത്രി എങ്ങനെയാ നിങ്ങൾ സുഖമായി ഉറങ്ങുന്നത്? കാരണം 4 വശത്തും ശത്രുക്കൾ അവരുടെ കയ്യിലെ ആയുധങ്ങളുമായി കാത്തു നിൽക്കുകയാണ് കുത്തി പരിക്കേൽപ്പിക്കാൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന ധാരണയിൽ നിങ്ങളെ അവർ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ദിവസം നിങ്ങൾ എങ്ങനെ ഉറങ്ങും? നമുക്കാണെങ്കിൽ ഉറങ്ങാൻ കഴിയുമോ? ബേജാറ് കൊണ്ട്, ഒപ്രാളം കൊണ്ട്. അലി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, അന്നത്തെ രാത്രിയിൽ ഞാൻ സുഖമായി ഉറങ്ങാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. തങ്ങൾ പറഞ്ഞു, അലിയേ, ഇന്ന് രാത്രി നീ ഇവിടെ ഉറങ്ങി, നാളെ രാവിലെ എന്റെ ഇടപാടുകളെല്ലാം കൊടുത്തു തീർത്തിട്ട് നീയും മദീനയിലേക്ക് വരിക എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എന്തായാലും ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കും, ഞാൻ ബാധ്യതകളൊക്കെ തീർക്കും, ഞാൻ എന്തായാലും നാളെ മദീനയിലേക്ക് യാത്ര ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായി. അതുവരെയും സാധാരണ ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമോ എന്ന് ഉറപ്പില്ല, മരണത്തെ സംബന്ധിച്ച പേടിയാണ്. പക്ഷെ അന്നത്തെ രാത്രിയിൽ എനിക്ക് സുഖമായി ഉറങ്ങാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിൽ, തങ്ങളുടെ കൽപ്പനകളിൽ, തങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഈ നിലയിൽ നമുക്ക് ഉറപ്പുണ്ടാകണം, വിശ്വാസമുണ്ടാകണം. ആ നിലയിലെ വിശ്വാസമാണ് ഇത്തിബാ ചെയ്യാൻ, അനുകരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ നിലയിൽ എല്ലാ സഹോദരന്മാരും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളെ അറിയുകയും തങ്ങളെ പിൻപറ്റുകയും ചെയ്യണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെ ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നാളെ പരിശുദ്ധ റമളാൻ നാളത്തെ സന്ധ്യയോടുകൂടി തുടങ്ങുകയാണ്. റമളാൻ അനുഗ്രഹത്തിന്റെ നാളുകളാണ്, അമാലുകളുടെ നാളുകളാണ്, സൽക്കർമ്മത്തെ വർദ്ധിപ്പിക്കേണ്ട നാളുകളാണ്. ആ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് എന്തായിരുന്നു, തങ്ങളുടെ ചര്യ എന്തായിരുന്നു? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ ആകുമ്പോൾ തങ്ങളുടെ മുഖഭാവത്തിൽ വ്യത്യാസമുണ്ടാകും. തങ്ങൾ എന്തോ വലിയൊരു കാര്യം, വലിയൊരു ഭാരം തലയിൽ എടുത്തു വെച്ചതുപോലെ തങ്ങളുടെ മുഖഭാവത്തിൽ ഗണ്യമായ വ്യത്യാസമുണ്ടാകും. തങ്ങൾക്ക് ഒപ്രാളമുണ്ടാകും, ഭയപ്പാടുണ്ടാകും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറയുന്നു, റമളാൻ ആയാൽ അത് അവസാനിക്കുന്ന വരെയും ഞങ്ങളുടെ കടക്കറയിലേക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടേയില്ല. തങ്ങൾ ഇബാദത്തുകളിലാണ്. നമസ്കാരത്തെ തങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇബാദത്തുകളിലായി തങ്ങളുടെ സമയത്തെ വിനിയോഗിക്കുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ കുറിച്ച് പ്രസംഗിച്ചു കേട്ട നമ്മൾ റമളാനിന്റെ പുണ്യമായ നാളുകളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തങ്ങളുടെ ജീവിതചര്യയെ ആ രംഗത്തും പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ. റമളാൻ എന്നത് നമ്മുടെ പാപകർമ്മങ്ങൾക്ക് പശ്ചാത്താപമായി പടച്ചവൻ നൽകിയിരിക്കുന്ന അവസരമാണ്. റമളാനിന്റെ ആദ്യത്തെ നാളുകളിൽ അല്ലാഹു അവന്റെ കാരുണ്യത്തെയാണ് നമുക്ക് വേണ്ടി തുറന്നു വെക്കുന്നത്. അവന്റെ അനുഗ്രഹം ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മുടെ അമാലുകളെ കൊണ്ട് ഒരിക്കലും പടച്ചവന്റെ സന്നിധിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ പരമാവധി വാങ്ങിയെടുക്കുവാൻ ഓരോ മുസ്ലിമായ സഹോദരിയും സഹോദരനും ശ്രമിക്കണം. അതിനുവേണ്ടി റമളാനിന്റെ നാളുകൾ ഉപയോഗപ്പെടുത്തണം. രണ്ടാമത്തെ പകുതിയിൽ അവന്റെ മഗ്ഫിറത്തിന്റെ വാതിലുകളാണ് തുറക്കപ്പെടുക. നമ്മുടെ പാപമോചനത്തിന് വേണ്ടി പരമാവധി പ്രയത്നിക്കുകയും പാപത്തിന്റെ കറകൾ കഴുകി ശുദ്ധിയാക്കുകയും ചെയ്യണം. മൂന്നാമത്തെ പകുതിയിൽ നമ്മളുടെ പെരടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നാളുകളാണ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള നാളുകളിൽ നമ്മുടെ അമാലുകളെ കൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കുകയും സ്വർഗ്ഗപ്രവേശനം ഉറപ്പിക്കുകയും നരകത്തിൽ നിന്ന് മോചനം വാങ്ങിയെടുക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിലെ നോമ്പിനെ ഫറളാക്കുകയും രാത്രിയിലെ തറാവീഹ് നമസ്കാരത്തെ സുന്നത്താക്കുകയും ചെയ്തു. പകൽ സമയത്ത് പടച്ചവന് വേണ്ടി പഥ്യമരിക്കുകയും രാത്രിയിൽ ക്ഷീണത്തോടുകൂടി അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് ഇബാദത്ത് ചെയ്യുകയും ചെയ്യാൻ നമ്മൾ ശീലിക്കുക. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സാധാരണ പതിവായിരുന്നു ഇതെങ്കിൽ നമ്മൾ റമളാനിലെങ്കിലും അത് പതിവാക്കാൻ ശ്രമിക്കുക. പാതിരാത്രിയിൽ അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദ് നമസ്കരിക്കുക. ആ സമയത്ത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറും ദുആയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നോമ്പ് തുറക്കുന്ന നേരമാകുമ്പോൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ദുആയിൽ റമളാനിൽ പ്രത്യേക താല്പര്യവും അതിനുവേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. നോമ്പ് തുറപ്പിക്കുന്നതും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യനെ നോമ്പ്
നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിക്കുന്ന കർമ്മം അവന്റെ പാപമോചനത്തിന് വഴിയാകുന്നതാണ്. അവന്റെ പെരടി നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അത് കാരണമായി തീരുന്നതാണ്. സഹാബാക്കൾ ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിൽ എല്ലാവർക്കും മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാനുള്ള വകയില്ലല്ലോ, ഞങ്ങൾ തന്നെ പട്ടിണിയിലാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പ്രതിഫലം കിട്ടാൻ ഒരുപാട് ഭക്ഷണം കഴിപ്പിക്കണമെന്നില്ല. ഒരു തുള്ളി പാല് കുടിപ്പിച്ചാൽ, ഒരു കീറ് ഈത്തപ്പഴം കഴിപ്പിച്ചാലും ഈ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ മൊത്തത്തിൽ അമാലുകളുടെ സൽക്കർമ്മങ്ങളുടെ മാസമാണ്. ആ മാസത്തിൽ പാപകർമ്മങ്ങളിൽ നമ്മൾ അകന്നു നിൽക്കണം. അനാവശ്യമായ ചിന്തകൾ, ചെയ്തികൾ, പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ, കാഴ്ചകൾ, ആഭാസങ്ങൾ, ഈ നിലയിലുള്ള കർമ്മങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അകന്നു നിൽക്കണം. നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കുകയും കാതിനെ സൂക്ഷിക്കുകയും ചെയ്യണം. നാവിനെ സൂക്ഷിക്കണം. നമ്മൾ നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും നോമ്പ് ശീലിപ്പിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ പഠിക്കുകയാണ് റമദാനിലൂടെ ചെയ്യേണ്ടത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഈ നിലയിലുള്ള സംഗതികളിൽ അഥവാ ദീനിയായ കാര്യങ്ങളിൽ, അമാലുകളെ സംബന്ധിച്ച്, ദീനിയായ കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുന്നതിൽ, പഠിക്കുന്നതിൽ, കേൾക്കുന്നതിലായി നമ്മുടെ സമയത്തെ വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. തഅലീമിലായി നമ്മുടെ സമയത്തെ പരമാവധി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിലെല്ലാം അമൽ ചെയ്തുകൊണ്ട് അവന്റെ പൊരുത്തം നേടിയെടുക്കാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا ونبينا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه. اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا شقيا ولا مطرودا ولا محروما. يا أرحم الراحمين يا ذا الجلال والإكرام يا حي يا قيوم يا أرحم الراحمين برحمتك نستغيث ومن عذابك نستجير. نسألك شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. റഹ്മാനായ അല്ലാഹുവേ, കരുണയുള്ള പടച്ചവനെ, കൃപയുള്ള നാഥ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ പടച്ചവനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ പാവങ്ങളാണ് പടച്ചവനെ, ഞങ്ങൾ സാധുക്കളാണ് പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ അറിവില്ലാത്തവരാണ് പടച്ചവനെ, കഴിവില്ലാത്തവരാണ് അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും വന്നുപോയി പടച്ചവനെ, പാപങ്ങൾ വന്നുപോയി പടച്ചവനെ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ രക്ഷിതാവാണ്, നീ കരുണയുള്ളവനാണ്, നീ കാരുണ്യവാനാണ്, നീ വിശാലതയും വിട്ടുവീഴ്ചയുള്ളവനാണ് പടച്ചവനെ. നീ ഞങ്ങളെപ്പോലത്തെ പാവങ്ങളുടെ അത്താണിയാണ്, ഞങ്ങളെപ്പോലത്തെ സാധുക്കളുടെ അത്താണിയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ്, കൃപ കാണിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഇനിയുള്ള ജീവിതം നിനക്ക് പൊരുത്തപ്പെട്ട നിലയിൽ, നല്ല നിലയിൽ ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ് പടച്ചവനെ. പാപരഹിതമായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചവനെ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഞങ്ങളെ ഇനിയെങ്കിലും കാത്തുകൊള്ളണേ പടച്ചവനെ. പാപകർമ്മങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ഞങ്ങളെ നീ തടുത്തു നിർത്തണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, കരുണയുള്ള പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഈമാൻ തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാനിനെ നീ സഹീഹാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാനിനെ സഹീഹാക്കി താ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകളിൽ ഞങ്ങൾക്ക് നല്ല തൗഫീഖുകൾ താ പടച്ചവനെ. ഞങ്ങളുടെ ഇബാദത്തുകളെ സഹീഹാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഇബാദത്തുകളിൽ ആവേശവും ആഗ്രഹവും ഇഖ്ലാസും തരണേ അല്ലാഹ് പടച്ചവനെ. ഞങ്ങളുടെ പെരുമാറ്റങ്ങളെ നന്നാക്കി താ പടച്ചവനെ, ഞങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കി താ അല്ലാഹ്. ഞങ്ങളുടെ സംസാരവും പരസ്പരമുള്ള ബന്ധങ്ങളും നന്നാക്കി താ പടച്ചവനെ. ഞങ്ങളുടെ കച്ചവടാദി കാര്യങ്ങളിൽ നീ ഞങ്ങളെ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. നിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഞങ്ങളെ ജീവിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം തരണേ പടച്ചവനെ, റാഹത്ത് തരണേ അല്ലാഹ് പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം താ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം തരണേ പടച്ചവനെ.
ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം തരണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം തരണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളിൽ റാഹത്തും ബറക്കത്തും ഐശ്വര്യവും ആഫിയത്തും തന്നെ ഞങ്ങളുടെ കണ്ണിനെ കുളിർമിക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രോഗം കൊണ്ട് നീ ഞങ്ങളെ മനസ്സിനെ നൊമ്പരപ്പെടുത്തല്ലേ പടച്ചവനെ, വേദനിപ്പിക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫാക്കി താ പടച്ചവനെ. ഞങ്ങളിൽപ്പെട്ട രോഗികൾക്ക് നീ ആജിലായ മുസ്തമിറായ ശിഫ തരണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളിൽ പലരും പലതരത്തിലുള്ള വേദനകളിലാണ് പടച്ചവനെ, നൊമ്പരങ്ങളിലാണ് പടച്ചവനെ. ഞങ്ങളുടെ രോഗങ്ങളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും നീ അറിയുമല്ലോ അല്ലാ. ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ രോഗികൾക്ക് നീ ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളിൽ കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെ തീർത്തു തരണേ പടച്ചവനെ. ഞങ്ങളുടെ ബാധ്യതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങൾക്ക് തീർത്തു തരണേ പടച്ചവനെ. റഹ്മറാഹിമീനായ അള്ളാഹുവെ ഞങ്ങളിൽ വീടില്ലാതെ വലയുന്നവർക്ക് വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ തരപ്പെടുത്തി കൊടുക്കണേ പടച്ചവനെ. ആ നിലയിൽ വിഷമിക്കുന്ന നീറുന്ന മാതാപിതാക്കളുടെ മനസ്സിനെ നീ സമാധാനിപ്പിക്കണേ പടച്ചവനെ. പടച്ചവനെ ഖൈറായ നിലയിലുള്ള മാർഗങ്ങൾ നീ അവർക്ക് കാണിച്ചു കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ വേറെ ഏതെല്ലാം വിഷമങ്ങളിൽ ഞങ്ങൾ വെല്ലുന്നു, ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ നീ അല്ലാതെ വേറെ ആരും അറിയില്ല പടച്ചവനെ. ഞങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ കാണാൻ ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ലല്ലോ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ ദുഃഖങ്ങൾ പറയാൻ, ഞങ്ങളുടെ പ്രയാസങ്ങൾ പറയാൻ പടച്ചവനെ, ഞങ്ങളുടെ കണ്ണീര് കാണാൻ, ഞങ്ങളുടെ ഈ കരച്ചിൽ കേൾക്കാൻ അള്ളാഹുവെ നീ അല്ലാതെ വേറെ ആരുമില്ല പടച്ചവനെ. നീ ഞങ്ങളുടെ വിഷമങ്ങളെ തീർത്തു തരണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളെ തീർത്തു തരണേ പടച്ചവനെ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ ഇടയിൽ പരസ്പര സ്നേഹവും മുഹബ്ബത്തും വളർത്തിത്താ പടച്ചവനെ. ഉൽഫത്തിനെ വളർത്തിത്താ പടച്ചവനെ. അനൈക്യത്തെ ഇല്ലാതാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഇടയിൽ ഫിർഖത്തില്ലാതാക്കണേ പടച്ചവനെ. പരസ്പര സ്നേഹത്തിലായി മുഹബ്ബത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ മഹലിൽ എല്ലാവിധ ഖൈർ ബർക്കാത്തുകളും ചൊരിഞ്ഞു തരണേ പടച്ചവനെ. ദീനിയായ ഖൈറുകൾ വർദ്ധിപ്പിക്കണേ പടച്ചവനെ. ദീനിയായ കാര്യങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും പരസ്പര സഹായികളാക്കണേ പടച്ചവനെ. അള്ളാഹുവെ ദീനിന്റെ കാര്യങ്ങളിൽ ഞങ്ങളെ പരസ്പര സഹായികളാക്കണേ പടച്ചവനെ. പടച്ചവനെ ദീനിയായ വളർച്ചയ്ക്കും പുരോഗതിക്കും പരസ്പര സഹായികളായി പരിശ്രമിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. ആ നിലയിലുള്ള നല്ല തുടക്കമായി ഞങ്ങളുടെ ഈ സംരംഭത്തെ കബൂലാക്കണേ പടച്ചവനെ. അള്ളാഹു ഈ സദസ്സിനെ നീ അതിന് കാരണമാക്കി കബൂലാക്കണേ പടച്ചവനെ. ഇനിയും ഇൽമിന്റെ പുണ്യമായ സദസ്സുകൾ ഞങ്ങളുടെ ഈ നാട്ടിൽ വർദ്ധിക്കാൻ ഇതിന് സബബാക്കണേ പടച്ചവനെ. അതിന്റെ പേരിലുള്ള എല്ലാ നന്മകളും ഈ നാട്ടിന് നീ പ്രദാനം ചെയ്യണേ പടച്ചവനെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെ നീ നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ഇതിൽ സംബന്ധിച്ച മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ പടച്ചവനെ. അവരെ നീ സഹായിക്കണേ പടച്ചവനെ. സന്തോഷിപ്പിക്കണേ പടച്ചവനെ. അർഹമുറാഹിമായ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അവരിൽ നിന്നും മരിച്ചുപോയവർക്ക് നീ ഖബറുകളെ വിശാലമാക്കി കൊടുക്കണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ് നൽകണേ പടച്ചവനെ. ആഫിയത്ത് നൽകണേ പടച്ചവനെ. ആഫിയത്ത് നൽകണേ പടച്ചവനെ. ദീർഘായുസ് നൽകണേ പടച്ചവനെ. അള്ളാഹുവേ ഞങ്ങളുടെ മരണം ഈമാനോടുകൂടി ആക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മരണം ഈമാനോടുകൂടി ആക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഖബറിലും മഹ്ശറയിലും നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ പടച്ചവനെ. അവസാനം ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് തന്ന് സമാധാനിപ്പിക്കണേ പടച്ചവനെ. നിന്റെ നല്ല അടിമകളോടൊപ്പം ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ നല്ല ദാസന്മാരോടൊപ്പം ഞങ്ങളെയും നീ സന്തോഷിപ്പിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ആരുടെയും കഴിവുകേട് കൊണ്ട് നീ ഞങ്ങളെ തള്ളിക്കളയല്ലേ പടച്ചവനെ. ഞങ്ങളുടെ അർഹതയില്ലായ്മ കൊണ്ട് ഞങ്ങളെ നീ മാറ്റി നിർത്തല്ലേ പടച്ചവനെ. നിന്റെ മഹദ് ഫദൽ കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ പുണ്യമായ റമളാനിനെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി താ അല്ലാഹ്. ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കി തരണേ പടച്ചവനെ. റമളാനിലെ ആഫിയത്തോടെ ഉണർന്നിരുന്ന അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചവനെ. റമളാൻ ഞങ്ങൾക്ക് പ്രതികൂല സാക്ഷിയാകാതെ കാക്കണേ പടച്ചവനെ. അതിലനുഷ്ഠിക്കേണ്ട അമലുകളൊക്കെ ഓർമ്മയോടെ ആഫിയത്തോടെ ഞങ്ങളെ കൊണ്ട് നീ അനുഷ്ഠിപ്പിക്കണേ പടച്ചവനെ. അതിലൂടെ ഞങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ സൽഗുണങ്ങളും നീ തരണേ പടച്ചവനെ. ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നല്ല നിലയിൽ സംസ്കരിക്കാൻ നീ റമളാനിനെ ഉപയോഗപ്പെടുത്തി തരണേ പടച്ചവനെ. റമളാൻ ഞങ്ങളിൽ സന്തോഷം പകർന്നുകൊണ്ട് പിരിയുന്ന നല്ലവരിൽ ഞങ്ങളെ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ ദുആക്കളെ നിന്റെ മഹ്ലു ഫദ്ൽ കൊണ്ട് നീ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. റബ്ബനാ اغفر آباءنا وأمهاتنا ربنا ارحمهم كما ربونا صغارا. ربنا تقبل منا ما كان صالحا واصلح لنا ما كان فاسدا. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.